നേതൃമാറ്റ വിവാദം തനിക്കെതിരെ ഡൽഹിയിൽ നടന്ന ഗൂഢാലോചന എന്ന നിലപാടിൽ കെ സുധാകരൻ. നടക്കുന്നത് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അപമാനിച്ചിറക്കിവിടാനുള്ള ശ്രമം. പിന്നിൽ കേരളത്തിലെ പ്രമുഖനെന്നും സുധാകരൻ ക്യാമ്പ്. ഹൈക്കമാൻഡിന് മുന്നിൽ തെളിവ് നിരത്തും. ആന്റണിയെ KPCC പ്രസിഡന്റ് ആക്കണമെന്ന കത്തോലിക്ക സഭ പറഞ്ഞിട്ടില്ലെന്ന് ദീപിക. കോൺഗ്രസ് നേതൃത്വത്തിന് വിമർശനം. അധ്യക്ഷന്റെ മതമല്ല, പാർട്ടിയുടെ മതേതരത്വമാണ് പ്രധാനമെന്നും സഭാ അനുകൂല പത്രത്തിൽ മുഖപ്രസംഗം. ഈരാറ്റുപേട്ടയിൽ സുധാകരൻ അനുകൂലമായി പോസ്റ്ററുകൾ. കേരളത്തെ പിടിച്ചുകുലുക്കിയ കൊലപാതക കേസുകളിൽ ഇന്ന് വിധി. നന്തങ്കോട് കൂട്ടക്കൊല, കാട്ടാക്കട ആദിശേഖർ കൊലപാതക കേസുകളിൽ വിധി പറയുന്നത് ഒരേ കോടതി. നന്തങ്കോട് കേസിൽ കേതൽ ജിൻസൺ രാജ ഇല്ലാതാക്കിയത് ഉറ്റവരെ. കാട്ടാക്കടയിൽ ആദിശേഖറിനെ കാർ ഇടിപ്പിച്ചു കൊന്നത്. ക്ഷേത്രമതിലിൽ മൂത്രമൊഴിച്ചത് ചോദ്യം ചെയ്തതിലെ പ്രതികാരം. യുവ സംവിധായകരുടെ ലഹരി ഉപയോഗത്തിൽ അന്വേഷണം ഊർജിതമാക്കി എക്സൈസ്. ഇടനിലക്കാരന് വേണ്ടി അന്വേഷണം തുടരുന്നു. ഫ്ളാറ്റിലെ കഞ്ചാവ് ഉപയോഗം അറിയില്ലെന്ന നിലപാട് ആവർത്തിച്ച് സമീർ താഹിർ വീണ്ടും ചോദ്യം ചെയ്യും. ന്യായാധിപന്മാരുടെ സ്വത്ത് വിവരം പുറത്തുവിട്ട് സുപ്രീം കോടതി. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയ്ക്ക് 55.25 ലക്ഷത്തിന്റെ സ്ഥിര നിക്ഷേപവും PF-ൽ 1 കോടിയും. ജസ്റ്റിസ് BR ഗവായിക്ക് മുംബൈയിൽ വീടും ഡൽഹിയിൽ ഫ്ളാറ്റും. ജസ്റ്റിസ് KV വിശ്വനാഥന് 120 കോടിയുടെ നിക്ഷേപം.